ദേശഭക്തി ഗാനത്തിന് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇല്ല, ദേശഭക്തി മാത്രമേ ഉള്ളൂ. ആലത്തിയൂർ ഹൈസ്കൂളിൽ ആഗസ്റ്റ് 15-ന് ദേശഭക്തി ഗാനം പാടിയതിനെ വിവാദമാക്കുന്നതിന് പിന്നിൽ വർഗീയ അജണ്ടയും രാഷ്ട്രീയ അജണ്ടയുമാണുള്ളതെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിഷ്കളങ്കരായ കുട്ടികളുടെ മനസ്സിലേക്ക് വിഭാഗീയതയും വർഗീയതയും കയറ്റിവിടുന്ന രാഷ്ട്രീയം സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കും. മഹാന്മാരായ നിരവധി കവികൾ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ജനങ്ങളിൽ ദേശഭക്തി പ്രചോദിപ്പിക്കുന്നതിനായി നിരവധി ദേശഭക്തി ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. അല്ലേമ ഇക്ബാൽ എഴുതി പാടിയ സാരേ ജഹാംസെ അച്ഛ എന്ന് തുടങ്ങുന്ന ഗാനം ഏതെങ്കിലും സംഘടനകൾ അവരുടെ പരിപാടികൾ പാടിയാൽ അതിനെ എതിർക്കാൻ കഴിയുമോ? കേരളത്തിലെ തന്നെ നിരവധി കവികൾ എഴുതിയ കവിതകൾ ദേശീയ പ്രസ്ഥാനങ്ങൾ അവരുടെ പരിപാടികളിൽ ചൊല്ലാറുണ്ട്. ആലത്തിയൂർ സ്കൂളിലെ വിവാദങ്ങൾക്കു പിന്നിലുള്ള രാഷ്ട്രീയ അജണ്ടയും വർഗീയ അജണ്ടയും ജനങ്ങൾ തിരിച്ചറിയും. കേരളത്തിലെ നീറുന്ന ജനകീയ പ്രശ്നങ്ങളിൽ നിന്നും ജനശ്രദ്ധ വഴിതിരിച്ചുവിടാനും കേരളം ദേശീയ മുഖ്യധാരയിലേക്ക് നടന്നെടുക്കുന്നത് തടയാനും കേരളത്തിലെ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ഇടതുപക്ഷവും വലതുപക്ഷവും ശ്രമിക്കുകയാണ്. വിവാദങ്ങൾ ചർച്ച ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്ന മാധ്യമങ്ങൾ ഹിഡൻ അജണ്ട നടപ്പാക്കുകയാണ്. ആർക്കു വേണ്ടിയാണ് നിങ്ങൾ കുഴലൂതുന്നത്? ഓഗസ്റ്റ് 15-ന് നടന്ന സ്വാതന്ത്ര്യദിന പരിപാടിയിൽ ദേശഭക്തി ഗാനം പാടിയപ്പോൾ ആർക്കും പരിഭവവും പരാതിയുമില്ല. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികളും അധ്യാപകരും ആ വിദ്യാലയത്തിലുണ്ട്. ഗാനം പാടിയ കൂട്ടത്തിലും എല്ലാ വിഭാഗവുമുണ്ട്. കേരളത്തിൽ വിവാദ വിഷയങ്ങളുണ്ടാകാൻ ഗവേഷണം നടത്തുന്ന രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും ചേർന്ന് ഒരു സ്കൂളിനെ വിവാദത്തിലേക്ക് കൊണ്ടുപോകരുത്. ഓണാഘോഷ പരിപാടിയിൽ മുസ്ലിം വിദ്യാർത്ഥികൾ പങ്കെടുക്കരുതെന്ന് ഒരു സ്കൂളിലെ അധ്യാപിക നിർദ്ദേശം നൽകിയത് ഇതുമായി ചേർത്ത് വെക്കേണ്ടതാണ്. ദേശഭക്തി ഗാനത്തിനും ആഘോഷങ്ങൾക്കും രാഷ്ട്രീയ നിറവും വർഗീയ നിറവും നൽകരുത്. സ്കൂളിൽ പാടിയ ദേശഭക്തി ഗാനത്തിൽ എവിടെയാണ് വർഗീയതയുള്ളതെന്ന് എതിർക്കുന്നവർ വ്യക്തമാക്കണം. ഇതിന്റെ പേരിൽ അധ്യാപകർക്കെതിരെ നടപടിയെടുക്കുന്നത് പ്രതിഷേധാർഹമാണെന്നും ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. ദേശഭക്തി ഗാനം പാടിയതിൻ്റെ പേരിൽ ആലത്തിയൂരിലെ KHMHS ഹൈസ്കൂളിലെ അധ്യാപകർക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് അവിടുത്തെ HM ഒരു സംഘടനയ്ക്ക് എഴുതി കൊടുത്തിട്ടുള്ളത്. ദേശഭക്തി ഗാനം പാടിയാൽ അതും ആഗസ്റ്റ് 15-ാം തീയതി എല്ലാ സ്കൂളുകളിലും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കും. അതിൻ്റെ ഭാഗമായി ആലത്തിയൂരിലെ ഹൈസ്കൂളിലും കുട്ടികൾ യൂട്യൂബിൽ നിന്നും ഒരു ദേശഭക്തി ഗാനം തിരഞ്ഞെടുത്ത് ആ ഗാനം പാടി ആ കുട്ടികളെല്ലാം നല്ല രീതിയിൽ ആസ്വദിച്ച് പാടി. ആ പാടിയവരിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികളുണ്ടായിരുന്നു. അത് കേട്ട് ആസ്വദിച്ചവരിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികളും ഉണ്ടായിരുന്നു. സ്വാഭാവികമായും സ്വാതന്ത്ര്യദിനമായതുകൊണ്ട് PTA ഭാരവാഹികളും എല്ലാം ആ പരിപാടിയിൽ ഉണ്ടായിരുന്നു. വളരെ മനോഹരമായി ആ കുട്ടികൾ ആ പാട്ട് ആലപിച്ചതുകൊണ്ട് ആ സ്കൂൾ അധികൃതർ അവരുടെ ഫേസ്ബുക്ക് പേജിൽ അത് ഇടുകയും ചെയ്തു. അത് ധാരാളം ആൾക്കാർ കാണുകയും ചെയ്തു. ഈ ചാനൽ ന്യൂസ് തിരൂർ. അമ്മേ, എനിക്ക് ഫസ്റ്റ് സാലറി കിട്ടി. അമ്മയ്ക്ക് എന്താ വേണ്ടേ? ഒന്നും വേണ്ടടാ. പറയമ്മേ. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, KSF-ൽ ഒരു ചിട്ടി ചേരും. KSF-യോ? ഹായ് വേണുമാമ. എന്താ ഒരു ചിരി? നീ ഇരിക്കുന്ന MNC ജോലിക്കുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രിയെ ചേച്ചി KSF ചേർന്ന് ഉണ്ടാക്കിയതാ. നിന്നെ കോച്ചിങ്ങിന് വിടാനും പഠിപ്പിക്കാനുള്ള ചേച്ചിയുടെ ധൈര്യം KSF ആയിരുന്നു. KSF-യുടെ പുതിയ ഹാർമണി ചിട്ടിയുണ്ട്, ഉടനെ നീ അതിൽ ചേരണം. KSF ഹാർമണി ചിട്ടികൾ. അമ്മേ, KSF ചിട്ടിയിൽ ഞാൻ ചേർന്നു കേട്ടോ. നന്നായടാ. അമ്മയ്ക്ക് മോനും ഇപ്പോ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട്. KSF ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. KSF, ഈ നാടിന്റെ ധൈര്യം.